ഗെയിമർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ അല്ല, പകരം ഒരു ഗെയിമിൻ്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രീവിയസ് വീഡിയോ ആയ ഗോസ്റ്റ് ഓഫ് സുഷിമയുടെ റിവ്യൂവിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറി മാത്രം കേട്ടാൽ മതി എന്നുള്ളവർക്ക് ഞാൻ അതിൽ ടൈം സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിലോട്ട് പോകാം. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു ഗെയിം സ്റ്റോറി എക്സ്പ്ലനേഷൻ ഇങ്ങനെ ചെയ്യണോ വേണ്ടെന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ ചാനൽ സ്റ്റാർട്ടിംഗ് ആണ്, സോ നമുക്കൊരു ചെറിയ അധികം ലെങ്ത്തുള്ള വീഡിയോസ് ചെയ്യാനെക്കാട്ടി നല്ലതൊരു മിനി റിവ്യൂ പോലെ ചെയ്യാമെന്നാണ്. അപ്പോഴാണ് ഞാനൊരു കമൻറ്റ് കാണുന്നത് ഈ ഒരു പേ ബാക്ക് എന്നൊരു ഗെയിമിൻ്റെ ഒരു സ്റ്റോറി റിവ്യൂ ചെയ്യാമെന്ന്. വിചാരിച്ചാൽ നമ്മൾ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഗെയിമിൻ്റെ ഒക്കെ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പ്ലീസ് ഷോ യുവർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഒരു ഗെയിമിൻ്റെ ഒരു ജനറൽ റിവ്യൂ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ തൽക്കാലം പറയുന്നുണ്ടായിരിക്കില്ല. മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റോറി, ഇപ്പോൾ ഞാനിത് കളിച്ചത് ഓൾമോസ്റ്റ് ഒരു കൊറോണ ടൈമിലൊക്കെയാണ് ഞാൻ ഈ ഗെയിം കളിച്ചത്. ബട്ട് അതിൻ്റെ സ്റ്റോറി എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. കാരണം അത്ര വലിയ സ്റ്റോറി ഒന്നുമില്ല, ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി നീണ്ടു നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇങ്ങനെ ഈ സ്റ്റോറിയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളും, അതുപോലെ ആ ഗെയിമിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഗെയിം പ്ലേനെ കുറിച്ചൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. സോ അധികം വൈകിപ്പിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു റേസിൽ നിന്നാണ്, ഒരു 3 ക്രൂ മെമ്പേഴ്സും കൂടിയുള്ള ഒരു റേസിൽ നിന്ന്. ആൻഡ് ദിസ് ഈസ് അവർ മെയിൻ ക്യാരക്ടർ ടൈലർ മോർഗൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലെ കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ 3 ഫ്രണ്ട്സാണ്. ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും അവിടെ എത്തണ വരെ ഒരു റേസ് നടത്താം എന്ന് പറഞ്ഞിട്ടാണ് 3 പേരും ഈ റേസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട്സ് തന്നെയാണ് അവൻ്റെ ക്രൂ മെമ്പേഴ്സും. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഓരോ ക്രൂ മെമ്പേഴ്സിനായിട്ട് പരിചയപ്പെടാം. ഇതാണ് സീൻ മെക് അലിസ്റ്റർ. നമുക്ക് തൽക്കാലം ഇവനെ മെക് എന്ന് വിളിക്കാം. സോ ഇവനാണ് ഇവൻ്റെ ഒരു ചിൽ വൈബ് ഗൈ എന്നൊക്കെ പറയില്ലേ, ഒരു ക്രൂവിലത്തെ ആ ഒരു മച്ചാനാണ് ഇവൻ. ആൻഡ് ഇവൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇവൻ്റെ ഓഫ് റോഡിങ് ആണ്. അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഫീമെയിൽ ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഒരു അത്യാവശ്യം ബോൾഡായി ഇവരുടെ മിഷൻസ് എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഇവളാണ്. ആൻഡ് ഹെർ നെയിം ഈസ് ജെസിക മില്ലർ. അങ്ങനെ അവരെല്ലാവരും ആ ലൊക്കേഷനിലേക്ക് എത്താണ്. അങ്ങനെ ടൈലറാണെങ്കിൽ ഞാൻ ഈ റേസിൽ ജയിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. മേക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ കാണിച്ചു തരടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ആ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ക്യാരക്ടർ വരികയാണ്. അപ്പോൾ ഈ വന്ന ക്യാരക്ടർ നമ്മുടെ ടൈലറിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമാണ്. അതുകൂടാണ്ട് ഇവരുടെ ഈ ക്രൂവിന് ഓരോ ഫിക്സർ, അതായത് ഓരോ മിഷൻസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്നതും ഈ ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ പേരാണ് ലിന നവാറോ. നമുക്ക് വിളിക്കാനുള്ള എളുപ്പത്തിന് ലിന എന്ന് വിളിക്കാം. ലിന ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ ക്രൂവിന് ഒരു ജോബുമായിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവളൊരു ഫിക്സറാണ്. സോ ഇവളാണ് ഇവർക്ക് ഓരോ മിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമ്മുടെ അവസാനത്തെ ക്രൂ മെമ്പറിനെ കാണിക്കുന്നത്. സ്വാഭാവികമായും ഒരു ക്രൂവായ അതിലെന്തായാലും വേണ്ട ഒരാളാണ് മെക്കാനിക്. അങ്ങനെ ആ ലാസ്റ്റ് ക്രൂ മെമ്പർ, അതായത് ആ മെക്കാനിക്കാണ് റവ് ചൗധരി. പേര് കേട്ടൊരു ഇന്ത്യൻ പേരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും 5 പേരാണ് ഇവരുടെ ക്രൂവിൽ ഉള്ളത്. റവ് അതിനിടയിൽ എന്തോ കാറൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം ഇവർ 5 കൂടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലീന കൊണ്ടുവന്ന ആ മിഷനിലേക്ക് പോവുകയാണ്. ഞാൻ ഓരോ ക്യാരക്ടറിനും ഒന്നും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റവ് ആണ് ഇവരുടെ മെക്കാനിക്. അതുപോലെ ജെസ്സി മില്ലർ, നമുക്ക് ജെസ് എന്ന് വിളിക്കാം. പുള്ളിക്കാരിയാണ് ഇവരുടെ പ്ലാനിങ്, അതായത് ഇവരുടെ പ്ലാനിങ്ങും കോർഡിനേഷനൊക്കെ പുള്ളിക്കാരിയാണ്. മസിൽ കാറും ഓഫ് റോഡിങ്ങും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് നമ്മുടെ മാക്കും. ഇവർക്ക് ജോബെല്ലാം ഒപ്പിച്ചു കൊടുക്കുന്ന ലീനയും. പിന്നെ ടോപ്പ് റേസറായ നമ്മുടെ മെയിൻ ക്യാരക്ടർ ടൈലർ. അങ്ങനെ ഇവരെല്ലാവരും കൂടി സിറ്റിയിലോട്ട് വരികയാണ്. ഇവർ സിറ്റിയിലെത്തുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ നീഡ് ഫോർ സ്പീഡ് പേ ബാക്കിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രൂ എല്ലാവരും റേസിന് വേണ്ടി എത്തുകയാണ്. നമ്മുടെ ടൈലർ റേസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം അവരുടെ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ നായകനാണെങ്കിൽ ഒരു കിഡിലും സൂപ്പർ കാറിലൊക്കെയാണ് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ വേറൊരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ദി ഗാംബിളർ എന്ന് അറിയപ്പെടുന്ന മാർക്കസ് വിയർ. നമുക്ക് തൽക്കാലം വിളിക്കാനുള്ള എളുപ്പത്തിന് മാർക്കസ് എന്ന് വിളിക്കാം. പുള്ളിക്കാരൻ്റേതാണ് ഈ കാറ്, ഈ ടൈലർ ഓടിക്കുന്ന കാറ്. അപ്പോൾ പുള്ളിക്കാരൻ ടൈലറിൻ്റെ അടുത്ത് ഇത്രയും പേട കാറൊക്കെ ഓടിക്കാനൊക്കെ നിന്നെക്കൊണ്ട് പറ്റോടാ എന്നൊക്കെ ഒരു പുച്ഛത്തോടെ കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടൈലറും അതിന് ജയിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റേസ് തുടങ്ങുകയാണ്.
ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ റേസിൻ്റെ ഇടയിൽ കാർ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുക. അതിനുവേണ്ടി ഇവർ ക്രൂ എല്ലാം ഇവനെ സഹായിക്കുന്നുണ്ട്. കാർ കൊണ്ടുപോകുന്നതിനിടയിൽ മാർക്കസ് ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ മാർക്കസിൻ്റെ ഗുണ്ടകളൊക്കെ ഇവനെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാറൊക്കെ ആയിട്ട് ടൈലർ നമ്മുടെ റെവിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മച്ചാൻ അവിടെ അടി കൊണ്ട് വീണെടുക്കുകയാണ്. ടൈലർ നേരെ എന്നിട്ട് റെവിൻ്റെ അടുത്ത് പോകുന്നു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലീന അവിടേക്ക് വരുന്നു. ലീന വന്നിട്ടാണ് പോലീസിനെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇത് കാറ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു, അവരങ്ങോട്ടാണ് പോയ ആ സ്ട്രീറ്റ് ക്രൂ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലീനയും. സംഭവം എന്താണെന്ന് വെച്ചാൽ ലീന ഓൾറെഡി ഈ കാറ് വേറെ ആൾക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലീന ഇവരെ ചതിച്ചു. ആ കാറും കൊണ്ട് അവൾ പോയി. അങ്ങനെ നോക്കുമ്പോൾ പോലീസ് മൊത്തമാണ് ഇവർ പിന്നാലെ ഉണ്ട്. അങ്ങനെ ടൈലർ എന്ത് പറഞ്ഞു, പോലീസിനെ ഞാൻ നോക്കാം എന്നും പറഞ്ഞിട്ട് ടൈലർ വണ്ടി എടുത്തിട്ട് പോലീസിൻ്റെ ശ്രദ്ധ മൊത്തം അവൻ്റെയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ റവിനെ എങ്ങോട്ടെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജെസ്സിൻ്റെ അടുത്തും മാക്കിൻ്റെ അടുത്തും പറയണം. അങ്ങനെ പോലീസ് മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മുടെ ടൈലറിൻ്റെ പിന്നാലെ മറ്റേ മാർക്കസിൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ട്. ടൈലറാണെങ്കിലോ എങ്ങനെയൊക്കെ പോലീസിനെ രക്ഷപ്പെട്ട്, പക്ഷേ മാർക്കസിൻ്റെ ബോഡി ഗാർഡിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ രക്ഷപ്പെടാനും പറ്റണില്ല. അവസാനം മാർക്കസിൻ്റെ ബോഡി ഗാർഡും കൂടിയിട്ട് നമ്മുടെ ടൈലറിനെ പിടിക്കുകയാണ്. അപ്പോൾ ടൈലറുണ്ട്, നമ്മൾ രണ്ടാളും ചതിക്കപ്പെട്ടു, ലീനയാണ് ഇത് എടുത്ത് കൊണ്ടുപോയത്, എൻ്റെ കയ്യിൽ കാറില്ല, അവളെന്തോ ഹൗസിന് വേണ്ടിയിട്ടാണ് ഈ കാർ മോഷ്ടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മാർക്കസ് നമ്മൾ ടൈലറിന് 2 ഓഫർ കൊടുക്കുകയാണ്. അത് ഒന്നെങ്കിൽ നിനക്ക് ജയിലിൽ പോവാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ പറയുന്നത് അനുസരിച്ച് നിനക്ക് ജീവിക്കാമെന്ന് പറയുന്നു. മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ടൈലറാണെങ്കിൽ വേറെ വഴിയില്ല, നിവൃത്തിയുടെ കൊണ്ട് അവൻ ഇതിന് സമ്മതിക്കുകയും ചെയ്യുന്നു, അതായത് നമ്മുടെ മാർക്കസിന് വേണ്ടി പണിയെടുക്കാൻ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് 6 മാസത്തിന് ശേഷമുള്ള ടൈലറിനാണ്. അതായത് ഇപ്പോൾ ഇവൻ നമ്മുടെ മാർക്കസിന് വേണ്ടി പണിയെടുക്കുകയാണ്, എന്തോ ഇവൻ്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ മാർക്കസ് നമ്മുടെ ടൈലറിനെ വിളിച്ചിട്ട് വണ്ടിയിട്ട് വായോ, ഞാനിവിടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ടൈലറും വണ്ടിയിട്ടിട്ട് എൻ്റെ മാർക്കസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടൈലർ വണ്ടിയിട്ട് മാർക്കസിന് അവിടെ എത്തുന്നതും ലിനയും അതുപോലെ നമ്മുടെ മാർക്കസുണ്ടോ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ലീന ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹൗസിൻ്റെ കൂടെയാണ്. അപ്പോൾ ലീന ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ഹൗസിൻ്റെ പണം മൊത്തം മാർക്കസ് തിരിച്ചു കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ മാർക്കസിൻ്റെ കസിനോ മൊത്തത്തിൽ ഹൗസ് എടുക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് വന്നിട്ട് മാർക്കസിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ലീന പോകുന്നത്. ലീന പോയതും ടൈലർ വണ്ടി എടുത്ത് അവളെ പിന്നാലെ ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേനും നമ്മുടെ മാർക്കസ് വന്നിട്ട് അവനെ തടയുകയാണ്. അവൾക്ക് പണി കൊടുക്കാം, പക്ഷെ ഇപ്പോൾ സമയമായിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ മാർക്കസ് നമ്മുടെ ടൈലറിൻ്റെ അടുത്ത് പറയുന്നത്. ടൈലറാണെങ്കിൽ ഇത്ര 6 മാസം കഴിഞ്ഞിട്ടും എന്താ പറ്റാതെന്നൊക്കെ ചോദിച്ചിട്ട് ചൂടായിട്ട് ടൈലറും അവിടുന്ന് പോകുന്നു. വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ടൈലർ ഇവൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് റേസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലീന ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് റേസും കാര്യങ്ങളൊക്കെ ഹൗസിൻ്റെ കൂടെ ചേർന്ന് നടത്തുകയാണ്. പക്ഷേ ഇവൻക്കാണെങ്കിൽ റേസിലൊന്നും പങ്കെടുക്കാനും പറ്റില്ല, കാരണം ഓൾറെഡി ഇവൻ മാർക്കസിൻ്റെ അടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാർക്കസിന് അതല്ലാണ്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലീനയോടെ കണ്ടതോടുകൂടി ഇവൻക്ക് എങ്ങനെയെങ്കിലും ആ റേസിൽ പങ്കെടുത്തിട്ട് അവരെ തോൽപ്പിക്കണം. ടൈലറാണെങ്കിൽ നേരെ റേസിൻ്റെ അവിടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇവനെ അങ്ങനെ നമ്മുടെ ഈ റേസിൽ ജോയിൻ ചെയ്യും. ഇവൻ ജോയിൻ ചെയ്യുന്നത് ഹൗസിൻ്റെ അണ്ടറിലാണ്. ഹൗസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിലത്തെ മിക്ക റേസേഴ്സും ഓൾറെഡി ഹൗസിൻ്റെ റേസേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞു വെച്ച ആളെ തന്നെയായിരിക്കും ഇവർ ജയിപ്പിക്കുക. സോ അതുപോലെ ഈ ബെറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇത്, അതായത് റിഗ്ഡ് ആയിട്ടാണ് ഈ റേസ് ഇവർ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ടൈലറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ലീനയാണ് ഇതിനെല്ലാം ഹെഡ്. ഈ സ്ട്രീറ്റ് റേസ് എല്ലാം നോക്കി നടത്തുന്നത് ഇപ്പോൾ ഇവളാണ്. അപ്പോൾ ടൈലറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവന് ഈ റേസിൽ പങ്കെടുത്ത് എങ്ങനെയും ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൗസിന് എന്തെങ്കിലും നഷ്ടം വരികയും അതുപോലെ ലീനയ്ക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഈ റേസിൽ പങ്കെടുക്കുന്നത്. റേസിനൊരു പകുതി ആയപ്പോൾ തന്നെ ടൈലറിൻ്റെ അടുത്ത് ഇന്നൊരാളാണ് വിജയിക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങളെല്ലാവരും മാറിക്കൊടുക്കണം, അവനെ വിജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ടൈലർ എന്നാൽ ഇതൊന്നും വകവെക്കാണ്ട് അവൻ നേരെ റേസ് വിൻ ചെയ്യുകയാണ്. അങ്ങനെ അവിടേക്ക് ലീനയും അവിടെ ആൾക്കാരെല്ലാം വരികയാണ്. അങ്ങനെ ഇവനെ പിടിച്ചു വെച്ച് കുറേ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലൊരാൾ വന്ന് പറയുന്നു ഇതൊരു പബ്ലിക് സ്പേസ് ആണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാർക്കെല്ലാം മനസ്സിലാവും ഇത് റിഗ്ഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ വെച്ചൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈലറിനെ വെറുതെ വിടുന്നു. ടൈലർ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിൻ്റെ വഴി നമ്മുടെ ലീനയുടെ ബോഡി ഗാർഡെല്ലാം ഇവനെ ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം രക്ഷപ്പെട്ട് ഇവൻ എങ്ങനെയൊക്കെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ മാർക്കസ് ടൈലറിനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയുകയാണ്. അവിടെ ചെന്നിട്ടാണ് മാർക്കസ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടൈലറിൻ്റെ അടുത്ത് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നീ ചെയ്തിരിക്കുന്നതൊന്നും നമ്മുടെ ഹൗസിനെ വലിയ രീതിയിലൊന്നും ബാധിക്കുകയില്ല. അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രിയിൽ തന്നെ എല്ലാ സ്ട്രീറ്റ് റേസും റിഗ്ഡായിട്ട് നടത്തണം എന്നാണ് അവരുടെ പ്ലാൻ. അതിനപ്പുറം അവരുടെ ലീഡറിൻ്റെ പേരാണ് കളക്ടർ. ഈ ഹൗസിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലോ റഷ് എന്ന് പറഞ്ഞിട്ടൊരു ബിഗ് സ്ട്രീറ്റ് റേസ് കോമ്പറ്റീഷൻ ഉണ്ട്, അതും റിഗ്ഡായിട്ട് നടത്തണം എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ സാധിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മാർക്കസ് പറയുമ്പോൾ ടൈലറാണെങ്കിൽ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഇത് നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ടൈലർ നിൽക്കുകയാണ്. മാർക്കസ് പറയുന്നുണ്ട് ഈ ഔട്ട്ലോ റേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇവൻ്റാണ്, അതിൽ ധാരാളം പൈസ എല്ലാം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നീ ജയിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ പ്ലാനും പൊളിയും, അപ്പോൾ നീ എന്തായാലും കൂടെ വേണം, നമുക്ക് ലീനയുടെ അടുത്ത് റിവെഞ്ചൊക്കെ നടത്താമെന്നൊക്കെ പറയുമ്പോഴും ടൈലർ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്.
ലീനയാണെങ്കിൽ ടൈലറിനെ കാത്തിട്ട് അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ലീനയെ കളക്ടർ വിളിക്കുന്നുണ്ട്, എന്താണ് ഈ പ്രശ്നം, നീ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലീന പറയുന്നുണ്ട് അതെല്ലാം ഓൾറെഡി ഞാൻ പരിഹരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ടൈലർ നമ്മുടെ വീട്ടിലോട്ട് കയറുന്നതും ലീന നമ്മുടെ വീണ് കിടക്കുന്ന ടൈലറിനെ നോക്കി അവനെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതും കൂടി ആയപ്പോൾ എന്നാൽ പിന്നെ ലീനെ എങ്ങനെയെങ്കിലും തകർക്കണം, അതുപോലെ ഹൗസിനെയും തകർക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായി നമ്മുടെ ടൈലറിന്. എന്നിട്ട് നേരെ നമ്മുടെ മാർക്കസിനെ വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഔട്ട്ലോ റേസിൽ ഇവൻ റേസ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നു. മാർക്കസ് ഇവൻ്റെ അടുത്ത് ക്രൂവിനെല്ലാം സെറ്റാക്കാൻ പറയുന്നു. ഇവൻ നേരെ ഇവൻ്റെ പഴയ ക്രൂവായ ജസ്, മാർക്കസ് ആൻഡ് റം ഇവരെ തന്നെ വിളിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ മാക്കിനെയാണ്. മാക്കാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് പിള്ളേരൊക്കെ കൂടെ അവരുടെ കാറിൽ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി ജീവിക്കുകയായിരുന്നു. ഇവൻ്റെ ഈ കോൾ കൂടി വന്നപ്പോൾ ഒന്നും നോക്കാനില്ല, എന്നാൽ പിന്നെ നേരെ ഇതിൻ്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് മാക്ക് ഇതിന് സമ്മതിക്കുകയാണ്. മാക്കായി ഇനി അടുത്തത് ജെസ്സി. ഇവിടെ ഏതോ ഒരു കാസിനോയുടെ ഫ്രണ്ടിൽ ബേബി ഡ്രൈവർ കളിക്കുകയാണ്. അതായത് ഇത് ഇവന് ഒരു ഗെറ്റ് അവേ കാറൊക്കെ ഓടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ടൈലർ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഔട്ട്ഡോർ റേസിൽ ഞാൻ പങ്കെടുക്കാൻ പോവുകയാണ്, നിങ്ങളുടെ എല്ലാം സഹായം വേണമെന്നൊക്കെ പറയുന്നു. ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല, പിന്നെ മാക്കൊക്കെ ഉണ്ട് എന്നൊക്കെ അതോട് കൂടിയിട്ട് എന്നാൽ ഓക്കെ വന്നേക്കാം അങ്ങനെ ജെസ്സിയും ഇവരുടെ ക്രൂവിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് എല്ലാവരും കൂടി നമ്മൾ റവിൻ്റെ ഗാരേജിൽ കൂടുകയാണ്. അങ്ങനെ റവിനും ഇവരെല്ലാവരും കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഈ ഒരു ജോബ്, അതായത് ഈ ഒരു മിഷനിൽ ഭാഗമാക്കുന്നു. സോ ഇപ്പോൾ ഇവരുടെ പണ്ടത്തെ ക്രൂ എല്ലാവരും തന്നെ ഒരുമിച്ചിട്ടുണ്ട് എക്സെപ്റ്റ് ഫോർ ലിന. ഇവർ മിഷൻസ് എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കുന്നു. എന്നിട്ട് ഇവർ കാറെല്ലാം നമ്മുടെ റവിൻ്റെ അടുത്ത് കുറച്ച് കാറുണ്ട്, അപ്പോൾ അതെടുത്തോ എന്ന് റവും പറയുന്നു. അവിടുന്ന് പിന്നെ അടുത്തത് കാണിക്കുന്ന സീൻ നമ്മുടെ മാർക്കസ് നമ്മുടെ ടൈലറിൻ്റെ അടുത്തൊരു മിഷൻ്റെ കാര്യം പറയുകയാണ്. അതായത് ഇതിന് മുന്നേ ഇവിടെ നിന്നും കട്ടുകൊണ്ട് പോയ ഒരു സൂപ്പർ കാർ ഉണ്ടല്ലോ, അതായത് ഇവരൊരു ഫസ്റ്റ് റേസ് ഉണ്ടായിരുന്നില്ലേ, ഈ ലീന ഇവർ ചതിക്കുന്ന ആ കാർ ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സ്ഥലത്ത് നിന്ന്, അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മിഷൻ നമ്മുടെ ടൈലറും അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ മാർക്കസിൻ്റെ കയ്യിൽ നിന്നും ഹൗസ് എടുത്തുകൊണ്ട് പോയ ആ വണ്ടി അവർ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഉള്ളിലുള്ളത് എന്താ, ആ ഒരു ടെക്നോളജി എന്താ എന്നുള്ളത് നിങ്ങളുടെ ഈ മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാവുന്ന കൂടി ഒരു ഓഫർ കൂടി നമ്മുടെ മാർക്കസ് നമ്മുടെ ടൈലറിന് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഓൾറെഡി ഇവനക്കൊരു പ്രതികാരം ചെയ്യണം, പിന്നെ ഇതും കൂടി ആയപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള നിലയ്ക്ക് തന്നെ ടൈലർ ആ ഓഫറും അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു മിഷൻ നിങ്ങൾ മിക്ക പേരും ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി എന്തായാലും കണ്ടിട്ടുണ്ടാകും. കാരണം ഞാൻ തന്നെ ഈ ഒരു ഗെയിമിനെ കുറിച്ച് അറിയുന്നത് തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്നാണ്. ഞാൻ മാത്രമല്ല പല ആൾക്കാരും ഇങ്ങനത്തെ ഈ ഒരു ക്ലിപ്പ്, അതായത് ഈ ഒരു മിഷൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്നത്. അത്യാവശ്യം നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ മൊത്തം ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. Here we go. ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ സീൻ. ഇത് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റീലിൻ്റെ ഗെയിം പ്ലേ, അതായത് നമ്മൾ 2-3 വണ്ടികളെല്ലാം മറികടന്ന് നടത്തുന്നതും ആ ബോഡി ഗാർഡ് സൈഡിലൊരു കാർ ക്രാഷും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ എനിക്ക് തോന്നി, ആ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടിയായിട്ടുള്ളൊരു പോക്ക് അത് അടിപൊളി. അതായത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ നെക്സ്റ്റ് ലെവലാണ് ഈ വണ്ടിയുടെ. കാരണം ഓൾറെഡി നമ്മൾ ഈ വണ്ടി ഫസ്റ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഇവർ ഒരു ടെക്കും കാര്യങ്ങളൊക്കെ കയറ്റി എന്ന് പറഞ്ഞ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇടുക്കി വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. നമുക്ക് സ്റ്റോറിയിലോട്ട് വരാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ വണ്ടി നേരെ നമ്മുടെ റവിൻ്റെ ഗാരേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ വണ്ടി കൂടി മോഷ്ടിച്ചപ്പോൾ ലിനയ്ക്ക് ഹൗസിൻ്റെ ലീഡറായ കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ലിനയെ ആയിരുന്നു ഈ വണ്ടി സേഫായിട്ട് അവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേത് ഫസ്റ്റത്തെ റേസിലും ഇവളാകെ കൊളാക്കി. ഇതും കൂടി ആയപ്പോൾ നല്ല രീതിയിൽ തന്നെ കളക്ടർ ഇവളായിട്ട് ദേഷ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയാക്കണം എന്നും ഇവളെടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടൈലർ കുറേ ഒരു സ്ട്രീറ്റ് ലീഗ് റേസിങ്ങിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെഗ്മെൻറ്റൊന്നും ഞാൻ ഇതിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെവലെത്തണം ഈ ഒരു റേസിൽ പങ്കെടുക്കുന്നവരെ. അതുപോലെ കാഷ്വലായിട്ട് കുറേ റേസും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യണം. അപ്പോൾ അവിടെ കുറേ ക്യാരക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും ഈ സ്റ്റോറിയായിട്ട് വലിയ ബന്ധമില്ല. അപ്പം ഞാനതെല്ലാം സ്കിപ്പ് ചെയ്യുകയാണ്.
അങ്ങനെ ടൈലറും ഈ ഒരു ഔട്ട്ലോ റേസ് എന്ന കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള യോഗ്യത ലഭിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന ടൈലറിനെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്. അതായത് ഈ റേസിൽ ഇതുപോലത്തെ കാഷ്വൽ റേസിൽ മീറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വിളിച്ചിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ പറയുന്നുണ്ട്. നമുക്കൊന്നുകൂടി റീമാച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ടൈലറും അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ ടൈലർ നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴുണ്ട് അവിടെ ടൈലർ മാത്രമല്ല ജെസ്സും അതുപോലെ മാക്കും വന്നിട്ടുണ്ട്. അപ്പം തന്നെ മൂന്നാൾക്ക് മനസ്സിലായി ഇതുവരെ 3 പേരെയും പണിയാനുള്ള ഒരു സെറ്റപ്പായിരുന്നെന്ന്. ഇത് ചെയ്യാനുള്ള റീസൺ എന്താണെന്നാൽ നമ്മുടെ ടൈലർ ഔട്ട്ലോ റേസിനുള്ള കോമ്പറ്റീഷന് ക്വാളിഫൈ ആയിട്ടുണ്ടായി. അതാണെങ്കിൽ നമ്മുടെ ലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലീനയാണ് ഈ ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോഴാണെങ്കിൽ പോലീസും ഹെലികോപ്റ്ററും എല്ലാം ഇവർ പിന്നാലെ ഉണ്ട്. ഈ ഒരു എൻ്റയർ ഗെയിമിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മിഷൻസാണ്. അതായത് ഒന്ന് ഈ ഒരു മിഷനും പിന്നെ നമ്മളൊരു ഈ ഹൗസിൻ്റെ കയ്യിൽ നിന്നും ഒരു സൂപ്പർ കാർ മോഷ്ടിക്കുന്നൊരു മിഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ട്രെയിലറിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു മിഷനാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മെയിൻ മിഷൻ. ഈ ഒരു മിഷൻ എനിക്ക് ഇഷ്ടമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു സാധനം കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൈ ഹാമർ എന്ന് പറയുന്ന സംഭവം. അതെന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ലൈറ്റ് നമ്മുടെ കാറിലോട്ട് അടിക്കും. ആ ലൈറ്റ് നമ്മുടെ കാറിലോട്ട് തട്ടുമ്പോൾ നമ്മുടെ കാറിൽ ഇലക്ട്രിസിറ്റി ഡൗൺ ആവും. ആ ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന സ്കൈ ഹാമർ. ഒരു കിൽ സ്വിച്ച് എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പ് പോലെയാണ് ഇത് വർക്ക് ചെയ്യണത്. സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല, അതറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുകൂടാണ്ട് നമ്മൾ ഈ മിഷനിൽ 3 ക്യാരക്ടേഴ്സ്, അതായത് മാക്ക്, ജെസ്സി അതുപോലെ ടൈലർ, ഈ ഒരു 3 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യുന്നുണ്ടാവും. റേസ് അല്ല, നമ്മൾ ഈ കോപ്പിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാം കൂടെ ഇതിന് ഗെയിം പ്ലേയും അത്യാവശ്യം നല്ലതായിരുന്നു. ഈ ഒരു റീസൺസ് കൊണ്ടെല്ലാമാണ് എനിക്ക് ഈ ഒരു മിഷൻസ് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മിഷൻ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവിടുത്തെ കോപ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹൗസാണ്. ലീന അവിടുത്തെ സകല കോപ്സിനും ഇവരുടെ പിന്നാലെ പറഞ്ഞേക്കുമെങ്കിലും ഇവരെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ടൈലറും ലീനയും തമ്മിലൊരു കോൺവെർസേഷനാണ്. ലീന പറയുന്നുണ്ട് ഇവിടുത്തെ കോപ്സും സ്ട്രീറ്റ് റേസും എല്ലാം ഇപ്പം ഞങ്ങളുടെ കൺട്രോളിലാണ്, അതായത് ഹൗസിൻ്റെ കൺട്രോളിലാണ്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പിന്മാറാം. ടൈലർ ആവട്ടെ ഇതിനൊന്നും സമ്മതിക്കാണ്ട് നിനക്ക് ഇപ്പോഴും എന്നെ പേടിയാണോ, ഞാൻ ജയിക്കുമെന്നുള്ള പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ടൈലറും അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ നമ്മുടെ ടൈലറിനെയും അവൻ്റെ ക്രൂവിനെ എല്ലാം റവിൻ്റെ ഗാരേജിലാണ് കാണിക്കുന്നത്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹൗസിൻ്റെ കയ്യിൽ ഒരു 2 വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ കിൽ സ്വിച്ച് എന്ന് പറയുന്ന ടെക്നോളജിയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ വണ്ടി ഇവിടെ നിന്ന് മോഷ്ടിച്ച് ആ ഒരു കിൽ സ്വിച്ച് ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു കൗണ്ടർ മെഷർ ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ പ്ലാൻ. കാരണം എന്തെന്നാൽ ഇവർക്കറിയാം ഈ വരുന്ന റേസിലെല്ലാം ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ ടൈലറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. അങ്ങനെ ഓൾറെഡി ഇതിൽ 2 കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാർ മോഷ്ടിക്കും എന്നൊരു കൺഫ്യൂഷനിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മാക്ക് പറയുന്നു നമുക്ക് എന്തുകൊണ്ട് 2 കാർ മോഷ്ടിച്ചുകൂടാന്ന്. അങ്ങനെ ആ ഒരു പ്ലാനെ നമ്മുടെ ടൈലറും സമ്മതിക്കുന്നു. അങ്ങനെ ഒരു കാറിൻ്റെ അടുത്തേക്ക് മാക്കും മറ്റൊരു കാറിൻ്റെ അടുത്ത് ടൈലറും പോവുകയാണ്. മാക്കാണെങ്കിൽ പുല്ല് പോലെയാണ് കാറൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടിയുടെ താഴെ നിന്നും ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു വല്ല സെൻസറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് നേരെ ഗാരേജിൽ കൊണ്ടുപോകും. പക്ഷെ അതല്ല സംഭവം, നമ്മുടെ ലിനയും ഹൗസും കൂടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഇത്. അതായത് ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്കും ഗാരേജിലെത്തുമ്പോഴാണ് അവർ അറിയുന്നത് അതൊരു ബോംബാണ് അതിനടിയിലുള്ളത്. അങ്ങനെ അവർ നേരെ ആ ഒരു ട്രക്കിൽ ഈ ഒരു വണ്ടിയും കയറ്റിയിട്ട് അവർ അവിടെ നിന്ന് വേഗം പോവുകയാണ്. നമ്മുടെ റവ്വാണെങ്കിൽ ബോംബ് ഡിസാമ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ടൈലർ ഈ ഒരു ലംബോർഗിനി, അതായത് 2ാമത്തെ കാർ മോഷ്ടിച്ചിട്ട് ആ ട്രക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവസാനം ആ 2ാമത്തെ കാറും ഇവരുടെ ഈ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ എത്തുകയാണ്. എന്തായാലും ബോംബ് നമുക്ക് ഇതിൽ നിന്നും ഡിസാം ചെയ്യാൻ പറ്റില്ല, തൽക്കാലം നമുക്ക് ബോംബ് ഇതിൽ നിന്നും റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ബോംബ് റിമൂവ് ചെയ്തിട്ട് അത് റവും ടൈലറും കൂടിയിട്ട് പുറത്തേക്ക് എറിയുന്നു. ആ ഒരു എക്സ്പ്ലോഷനിൽ നിന്നും ഒരു ബ്രിഡ്ജ് താഴെ വീഴുകയും അതിൽ നിന്ന് കൂടെ തന്നെ ഇവർ ഈ ട്രക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ലീനയുടെ ഈ പ്ലാനും മൂഞ്ചി. അല്ലെങ്കിൽ ഇത്രയും കൂതറ പ്ലാനൊക്കെ എങ്ങനെ വിജയിക്കാനാണ്. ഇവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ മാർക്കസും ലീനയും തമ്മിലൊരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. മാർക്കസ് ആണെങ്കിൽ ടൈലറിനെ എങ്ങനെയൊക്കെയോ ഔട്ട്ലോ റേസിൽ ഒരു പാർട്ടിസിപ്പൻറ്റും ആക്കി. ലീനയാണെങ്കിൽ അത് ജയിക്കില്ല, ഞങ്ങൾ എന്തായാലും അവനെ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലീനയും. അങ്ങനെ ഇവർ തമ്മിൽ പിന്നെ ഒരു ബെറ്റ് വെക്കുകയാണ്. ബെറ്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് തൻ്റെ കാസിനോ, അതായത് തൻ്റെ അവസാന സ്വത്തായ കാസിനോ നമ്മുടെ ടൈലർ തോൽക്കുകയാണെങ്കിൽ കൊടുക്കാമെന്നും ഇനി ടൈലർ ജയിക്കുകയാണെങ്കിൽ ഹൗസ് ഒരു വലിയ എമൗണ്ട് നമ്മുടെ മാർക്കസിനും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരും കൊടുക്കണമെന്നും പറയുന്നു. ഇതൊരു മണ്ടൻ ബെറ്റാണ്, തൻ്റെ കേസിനൊക്കെ ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നു, തനിക്ക് ഇത്ര ബുദ്ധിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീനയും ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടൈലറിനും അവൻ്റെ ക്രൂവിനുമാണ്. ഇവർ ഈ ഔട്ട്ലോ റേസിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഈ കിൽ സ്വിച്ചിനും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവും പറയുന്നുണ്ട് അതിൻ്റെ ഒരു കൗണ്ടർ മെഷറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ നോക്കാം. എന്നിട്ട് ടൈലറിൻ്റെ അടുത്ത് ഏത് കാറാണ് നിനക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയും, നമ്മൾ അതെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള കാറെല്ലാം ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ ഔട്ട്ലോ റേസിൻ്റെ കോമ്പറ്റീഷന് പോകുന്നു. അവിടേക്ക് വീണ്ടും ലീന വന്നിട്ട് നമ്മൾ ടൈലറിനെ എന്തൊക്കെയാണ് പറഞ്ഞ് വെറുപ്പിക്കുന്നൊക്കെ ഉണ്ട്. ടൈലറാണെങ്കിൽ അതൊന്ന് വകവെക്കാണ്ട് നേരെ റേസിലോട്ടും പോകുന്നു. ഈ ഒരു ഔട്ട്ലോ റേസിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം.
ഇതൊരു 3 റേസാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ റേസിലെ ആദ്യത്തെ 4 ആൾക്കാരാണ് സെക്കൻഡ് റേസിലോട്ട് ക്വാളിഫൈ ചെയ്യാം. സെക്കൻഡ് റേസും ഒരു ഓഫ് റോഡ് റേസാണ്. സെക്കൻഡ് റേസിൽ ജയിക്കുന്ന ആളും അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്ലോ റേസിൻ്റെ ചാമ്പ്യനുമായിട്ടുള്ള ആളും തമ്മിലായിരിക്കും മൂന്നാമത്തെ ഫൈനൽ റേസ്. അതൊരു 1v1 റേസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. അങ്ങനെ ആദ്യത്തെ റേസ് തുടങ്ങുകയാണ്. ആദ്യത്തെ റേസിൽ വന്നിരിക്കുന്ന മിക്ക റേസിൻ്റെ ഉദ്ദേശം ഈ റേസ് ജയിക്കുക എന്നല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ ടൈലറിനെ നശിപ്പിക്കണം എന്നാണ്. എന്നാൽ ടൈലർ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടെല്ലാം ആ ഒരു റേസിൽ നിന്നും ജയിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ലിന സാധാരണ പോലെ തന്നെ ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ചീത്തയും പറയുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് സെക്കൻഡ് റൗണ്ട് ആയിട്ടുള്ള ഓഫ് റോഡ് റേസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ റേസ് നമ്മൾ ഫസ്റ്റ് 4ൻ്റെ ഉള്ളിൽ വന്നാൽ മതി, പക്ഷേ ഈ റേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ആവണം. റേസിൻ്റെ ഇടയിലാണ് ലിന വിളിച്ച പോലീസും പട്ടാളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ടൈലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ പോലീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ടൈലറാണെങ്കിൽ റേസിൽ ജയിക്കാനും പറ്റണില്ല. അങ്ങനെയാണ് ഇവൻ്റെ മച്ചന്മാർ വരുന്നത്. അതായത് ഇപ്പം മുന്നൊക്കെ റേസൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ വന്നിട്ട് ഈ പോലീസിനെല്ലാം ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഇനി വരുന്ന പോലീസിനെല്ലാം ഇവർ നോക്കിക്കൊണ്ട് തൽക്കാലം ടൈലർ റേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ടൈലറിനെ നേരെ റേസിലോട്ട് തന്നെ തിരിച്ചു വിടുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ ടൈലർ ജയിക്കുകയാണ്. വീണ്ടും പഴയ പോലെ തന്നെ നമ്മുടെ ലീന ആരൊക്കെയോ വിളിച്ചിട്ട് വീണ്ടും തെറി പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഇനി ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ലീന ഫോൺ കട്ട് ചെയ്യുകയാണ്. ലീന എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഔട്ട്ലോ റേസിലത്തെ വിന്നറാണ് ഇപ്പോൾ നമ്മുടെ ടൈലറിനെ ഈ 3rd റൗണ്ടിൽ റേസ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ലീന തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ടൈലറിനെ ഫൈനൽ റൗണ്ടിൽ റേസ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ റേസ് തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ മാർക്കസ് നമ്മുടെ ടൈലറെ വിളിക്കുന്നുണ്ട്. നീ എങ്ങനെയും ഈ റേസിൽ ജയിക്കണം, എൻ്റെ മൊത്തം സമ്പാദ്യം നിന്നിലാണ് ഞാൻ ബെറ്റ് വെച്ചേക്കുന്നത്, എൻ്റെ കാലൊടിഞ്ഞാലും വേണ്ടിയില്ല നീ റേസ് ജയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ നീ ജയിച്ചിട്ടില്ലെങ്കിൽ നീ റേസിൽ തോറ്റാൽ നിൻ്റെ കാൽ ഞാൻ തന്നെ സ്വയമായിട്ട് ഓടിക്കും എന്നൊക്കെ നല്ല രീതിയിൽ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. റേസിൻ്റെ ഇടയിലാണ് ലീനയും ടൈലറും ഇവരുടെ കുട്ടിക്കാലമെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ലീന ഇത് ചെയ്യാനുള്ള റീസൺ, അതായത് വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലൂടെയായിരുന്നു ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹൗസ് ഈ ഒരു ഓഫർ നൽകുന്നതും. സോ വേറെ വഴിയില്ലാണ്ട് നിവൃത്തികേട് കൊണ്ടൊക്കെയാണ് ഈ ഒരു ഇത് എടുത്തതെന്നൊക്കെയാണ് നമ്മുടെ ലീന നമ്മുടെ ടൈലറിൻ്റെ അടുത്ത് പറയുന്നത്. എന്നാൽ ടൈലർ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം ഇതിനൊന്നും ഒരു കാരണമല്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുള്ളൂ ടൈലറും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടൈലർ ജയിക്കാനാകുമ്പോൾ കളക്ടർ ലീനയെ വിളിച്ചിട്ട് മതി, ഇനി നീയുമായിട്ടുള്ള ഇതൊന്നും വേണ്ട, ഞാൻ തന്നെ ഇത് സ്വയം എങ്ങനെയും റെഡിയാക്കി കൊണ്ടുവന്നൊക്കെ പറയുന്നു. അതിനുശേഷം നേരെ നമ്മൾ ടൈലറെ വിളിക്കുകയാണ് കളക്ടർ. എന്നിട്ട് കളക്ടർ നീ ഇപ്പോൾ റേസിൽ തോറ്റു കൊടുക്കുകയാണെങ്കിൽ നീ ചോദിക്കുന്നതെല്ലാം തരാം എന്നെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ ലീനയുടെ തല ഒരു പ്ലേറ്റിൽ വരെ വെച്ച് കൊണ്ടുവന്ന് തരാം എന്ന് വരെ കളക്ടർ പിന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അവസാനം ടൈലറിനെ ഭീഷണി വരെ പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വകവെക്കാണ്ട് ടൈലർ നേരെ റേസ് വിജയിക്കുകയാണ്. അതോടുകൂടി ഇപ്പോഴത്തെ ഔട്ട്ലോ റേസിൻ്റെ ചാമ്പ്യൻ നമ്മുടെ ടൈലറായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങനെ ലിനിയാണ് കാണിക്കുന്നത്. ലിനിയുടെ അടുത്ത് നമ്മുടെ കളക്ടറിൻ്റെ ബോഡി ഗാർഡ്സ് എല്ലാം വന്ന് വളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ഇനി മുതൽ നീ ഇതിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീൻ അവിടെ അവസാനിക്കുന്നു. അവളെ കൊന്നോ ഇല്ലയോ എന്നൊന്നും ഇതിൽ പറയുന്നില്ല. എന്തായാലും അവളെ ആ ഒരു പൊസിഷനിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത സീൻ പിന്നെ നമ്മുടെ ടൈലർ അവൻ്റെ ക്രൂ മെമ്പേഴ്സിനൊപ്പം ഒരു ഫ്രണ്ട്ലി റേസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ക്ലിഫ് ഹാങ്ങർ പോലെയാണ് കാണിക്കുന്നത്. അതായത് മാർക്കസിനെ ഒരു കൊബാഷി എന്ന് പറയുന്ന ഒരാൾ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഹൗസിനെ തകർത്തതിന്. അതിനുശേഷം നമ്മൾ ടൈലറിനെ കൊണ്ട് ഇനിയും ആവശ്യങ്ങളുണ്ട്, സോ അവനെ വിടരുത് എന്നും പറയുന്നുണ്ട്. അവസാനം വെൽക്കം ടു ആർക്രെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. ചുമ്മാ ഒരു ക്ലിഫ് ഹാങ്ങർ അങ്ങ് ഇട്ടു, കാരണം എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ റിലീസ് ചെയ്യുമെന്ന്. അത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ ഇതിനകത്ത് കളിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയത് ഇതിൻ്റെ അപ്ഗ്രേഡ് സിസ്റ്റമാണ്. അതായത് നമ്മൾ വണ്ടി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ കുറച്ചൊരു ലാഗായി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ 2 മിഷൻസാണ്. ഇതിൽ സ്റ്റോറിയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ 2 മിഷനും എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഗെയിം സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ. സോ ഇതിൽ പല മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മളതെല്ലാം പരിഹരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിം സ്റ്റോറി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ഷോ യുവർ ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. മിക്കവാറും ഞാനൊരു ഗോഡ് ഓഫ് വാർ റാഗ്നറോക്കിൻ്റെ ഒരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.